എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റിൽ മുറുക്കുണ്ടാക്കാം. അത് അരിപ്പൊടി കൊണ്ടുള്ള മുറുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ ഒരു പാത്രത്തിന് ഒരു പാത്രം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനെടുക്കുന്ന നൈസ് പൊടി, വറുത്ത പൊടിയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 സ്പൂൺ ജീരകം, 1 സ്പൂണ് അയമോദകം, നമ്മൾ ഇതിന് ടേസ്റ്റിന് വേണ്ടി ഒരു 1.5 സ്പൂണ് കറുത്ത എള്ളിട്ട് കൊടുക്കാം. എള്ള് ഇത്തിരി അധികമായാലും കുഴപ്പമില്ല. ഇതിന് കളറൊക്കെ വേണ്ടി ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് അതിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ് കുറവാണ് ഇടാവുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് പാകത്തിന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുഴയ്ക്കുമ്പോൾ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടെയാണ് ചേർത്തത്. ഇത് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തിളപ്പിച്ചല്ലേ വെള്ളം ഒഴിക്കുന്നത്, അതുപോലെ തന്നെ ഇതും. ആദ്യം നമുക്ക് ഈ ഇട്ട സാധനങ്ങളെല്ലാം എല്ലായിടത്തും ഈ പൊടിയിലാകുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ എള്ളും ജീരകവും അയമോദകവും എല്ലാം എല്ലാ സ്ഥലത്തും ഈ പൊടിയിലൊന്ന് എത്തുന്നതിനായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ പൊടി കുഴയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പച്ചവെള്ളം ഒഴിച്ച് ആരും കുഴയ്ക്കരുത്. നമ്മൾ ഇടിയപ്പത്തിന് തിളച്ച വെള്ളമല്ലേ ഒഴിക്കുന്നത്, അതുപോലെ തന്നെ ഇതിനും തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. തിളച്ച വെള്ളം ആയതുകൊണ്ട് നല്ല ചൂടാണ്, അതുകൊണ്ട് നമുക്ക് സ്പൂണ് കൊണ്ട് തന്നെ ഇത് കുഴയ്ക്കാം. വെള്ളം അധികമാകരുത്. വെള്ളം അധികമായാൽ നമ്മൾ ഇത് പീച്ചെടുക്കുന്ന സമയത്ത് അതിനൊരു ഷേപ്പ് കിട്ടിയാല. ഇടിയപ്പത്തിൻ്റെ പാകത്തേക്കായാലും കുറച്ചും കൂടെ കട്ടി വേണം ഇത് കുഴച്ചെടുക്കാൻ. കൈകൊണ്ട് നന്നായിട്ട് ഇത് കുഴയ്ക്കണം. നല്ല ചൂടാണ്, അതുകൊണ്ട് കുറേശ്ശെ എണ്ണ കയ്യെ പുരട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് കുഴച്ച് കൊടുത്താൽ മതി. എത്ര നന്നായിട്ട് ഇത് കുഴയ്ക്കുന്നു അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ കുഴച്ച് കഴിഞ്ഞു. ഇടിയപ്പത്തിൻ്റെ അച്ച, ആ സ്റ്റാറുള്ള അച്ചാണ് നമ്മളെടുത്ത് മുറുക്കുണ്ടാക്കുന്നത്. നമുക്ക് ആ അച്ചിനകത്ത് നന്നായിട്ടും എണ്ണ തൂത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ തൂത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പീച്ചെടുക്കാം. പീച്ചുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റിൽ വേണേലും പീച്ച് വെക്കാം, വാഴയില വേണേലും പീച്ച് വെക്കാം, അങ്ങനെ എന്താ വേണേലും നമുക്ക് ചെയ്യാം. പക്ഷേ എടുക്കാൻ എളുപ്പത്തിന് ചെയ്യുന്നതാണ് നല്ലത്. വാഴയിലാണെങ്കിൽ നമുക്ക് ഇല ഇങ്ങനെ കയ്യിലിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇടാം. ഞാനിവിടെ വാഴയിലയാണ് എടുക്കുന്നത്. ഈ സമയത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ടും ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മുറുക്ക ഇട്ട് കൊടുക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതിനും വെന്തും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് നമുക്കെല്ലാം വറുത്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുറുക്ക് പോലെ തന്നെ നല്ല സുന്ദരമായ മുറുക്ക് നമുക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചിലർ ഉഴുന്ന് വറുത്തിട്ട് പൊടി ചേർത്തും ഇങ്ങനെ മുറുക്കുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിലും കുഴപ്പമില്ല.
പക്ഷേ ഇതിനകത്ത് ഞാൻ അരിപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം ഞാൻ പിരിച്ച് വെച്ച് ഇനി ഇത് മൊത്തം നമുക്ക് വറുത്തും കോരിയെടുക്കാം. കണ്ടോ, കട്ടി കുഴച്ചുകൊണ്ട് നല്ല ആ ഷേപ്പോട് കൂടി തന്നെ വരും. ഇത്തിരി വെള്ളം അധികമാകുമ്പോൾ ഇതുപോലെ ഷേപ്പ് കിട്ടിയാൽ മൊത്തം ഞാനിവിടെ കുഴച്ച് വെച്ചിട്ട് മുറുക്ക ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല കളറുമായിട്ട് നല്ല സുന്ദരമായ മുറുക്ക്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.